ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ നമ്മുടെ മനോഹറിന്റെ അടുത്ത് വാർഡൻ വന്ന് പറയുന്നുണ്ട്, എടാ മനോഹരെ, നിനക്ക് പരോൾ അനുവദിച്ചു, നാളെ നിനക്ക് ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്കൊക്കെ പോകാം. പിന്നെ ഇവിടുന്ന് പോയ ആൾക്കാരുടെ ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ. രാഹുൽ ഇവിടുന്ന് പരോളിന് പോയിട്ടാ പിന്നെ തിരിച്ചു വന്നില്ല, അതായത് അയാൾ മരണപ്പെട്ടു. പിന്നെ രണ്ടാമത്തവൻ വിക്രം, അവനും പരോളിന് പോയതാ, തിരിച്ചു വന്നില്ല. അപ്പോഴേക്കും പ്രകാശം വേണ്ട സാറേ, അതുപോലെയല്ലല്ലോ മനോഹർ അവരെ പോലത്തെ ഒരു ചീത്ത സ്വഭാവമല്ലേ, ഇവന് ആകെ മാറി. അതൊക്കെ ശരി തന്നെയാടാ, പക്ഷെ ഇവ മാറുന്നതിന് മുമ്പ് ഇവന് വേറൊരു കഥയുണ്ടായിരുന്നു, വേറൊരു ജീവിതം ഉണ്ടായിരുന്നു. അതിൽ 10-60 പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ ഈ മനോഹർ. അതുകൊണ്ട് ഇവനോട് പകരം വീട്ടാനായിട്ട് ഒരുപാട് ഭാര്യമാരും അവരുടെ പിള്ളേരും അവരുടെ കുടുംബക്കാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോയ പോലെ തന്നെ തിരിച്ചു വരണം കേട്ടോടാ. ശരി സാറേ എന്ന് മനോഹർ പറയാണ്. ശരി എങ്കിൽ നാളെ രാവിലെ നിനക്ക് പോകാം. പിന്നെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ ദിവസവും രാവിലെ 8 മണിക്കൂർ ഇവിടെ സൈൻ ചെയ്യണം. ശരി സാറേ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ മനോഹരന്റെ പ്രകാശം പറയണ്ട, കൊള്ളാലോടാ, നാളെ നിനക്ക് നിന്റെ മോളുടെ കൂടെ നിക്കാലോ എന്ന് പറയണം. അത് അങ്കിളിന് അറിയാലോ, സരിയുടെ സ്വഭാവം ശരിയാണ്, മാറിയിട്ടുണ്ടെങ്കിലും അവൾ എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എടാ, അവൾ അംഗീകരിക്കോടാ, അവളുടെ സ്വഭാവം മാറിയെന്ന് കിരണും കല്യാണിയല്ലേ പറഞ്ഞത്. അത് മാത്രല്ല, കിരണും കല്യാണിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്ര ദുഷ്ടന്മാരാണെങ്കിൽ അവരൊക്കെ നന്നാകും. എടാ, അവളുടെ സ്വഭാവം മാറിക്കാണും. ഇനി നിനക്ക് നിന്റെ ഭാര്യയുടെ കൂടെയും അതുപോലെ തന്നെ മകളുടെ കൂടെയും ഈ പരോൾ കാലം നിനക്ക് കഴിയാൻ സാധിക്കും. എന്തായാലും നീ പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വാ. നിന്റെ മോളുടെ അടുത്ത് നിൽക്കാലോടാ. കഴിഞ്ഞ പ്രാവശ്യം പരോളിൽ ഇറങ്ങിയപ്പോ മോളെ കാണാൻ വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെട്ടു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരോളിൽ ഇറങ്ങിയപ്പോഴാണല്ലോ നീ തിരിച്ചു വരുന്ന സമയത്ത് ഗംഗേനെ കൊന്നതും. അതെ, സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പരോള് കിട്ടാനുള്ള ഒരു കാര്യമൊന്നും ആയിട്ടില്ല. ചന്ദ്രസേനൻ സാറിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് എനിക്ക് ഈ പരോൾ അനുവദിച്ചത്. എന്തായാലും നീ നാളെ പോയിട്ട് നന്നായിട്ട് പുറത്തുനിന്ന് അധികം കറങ്ങി നടക്കണ്ടേ. ഈ സാറ് പറഞ്ഞ പോലെ തന്നെ നിന്റെ ശത്രുവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ടല്ലോ, നീ മുമ്പ് വിവാഹം കഴിച്ചവരും ഒക്കെ അവരുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ശരി അങ്കിളെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകാണ്. അങ്ങനെ മനോഹറിന്റെ പരോൾ അനുവദിച്ചിട്ടോ രാവിലെ തന്നെ സരിയു ഓഫീസിലേക്ക് വരുവാണ്. കല്യാണിനെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സരിയുടെ അടുത്തേക്ക് കിരൺ വരുന്നുണ്ട്. സരിയു, എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കണത്? ഒന്നുമില്ല കിരണേ, ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നാളെ ഒരാള് വരുന്നുണ്ട് നിന്റെ വീട്ടില്. ഒരാളോ? ആരാ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും, നിനക്ക് ചിലപ്പോ ഇഷ്ടക്കുറവാണോ ഇഷ്ടമാണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരാളാണത്. ആരാന്ന് ചോദിക്കുമ്പോഴേക്കും, ഒരാൾക്ക് പരോള് കിട്ടിയിട്ടുണ്ട്, കൺമണിമോളുടെ അച്ഛനാ എന്ന് പറയാണ്. മനോഹറിന്റെ പരോള് കിട്ടിയോ? പരോള് കിട്ടാൻ സമയമായിട്ടൊന്നുമില്ല, കഴിഞ്ഞ പരോള് കണ്ടിട്ട് 4 മാസമല്ലേ ആയിട്ടുള്ളൂ. അച്ഛന്റെ റെക്കമെൻഡേഷൻ വഴിയാ പരോൾ അനുവദിച്ചേക്കുന്നത്. അവന്റെ മോളെ കണ്ടിട്ട് അത്രമാത്രം ആഗ്രഹമുണ്ട്. മോളുടെ കൂടെ കഴിയാനായിട്ട് കിട്ടുന്ന ഒരു ദിവസം പോലും നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ സംസാരിച്ചപ്പോ തന്നെ പരോളും കാര്യങ്ങളൊക്കെ കിട്ടി. നാളെ അവൻ രാവിലെ തന്നെ പുറത്തിറങ്ങും. വരുമ്പോ തന്നെ കൺമണി മോളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാവാ എന്നിങ്ങനെ പറയാണ്. ശരി, വരട്ടെ അവൻ എന്നൊക്കെ സരിയു മനസ്സിൽ വിചാരിക്കാട്ടോ. മനോഹർ, അവന്റെ അന്ത്യം അടുത്തു എന്നൊക്കെ സരിയു ഇങ്ങനെ മനസ്സിൽ വയ്ക്കുമ്പോ കിരൺ ചോദിക്കണ്ട, എന്താ സരിയു നീ ആലോചിക്കണത്? ഒന്നുമില്ലടാ എന്നൊക്കെ പറയണേ. ശരി, അപ്പൊ നാളെ അവൻ വരും കേട്ടോ. നീ അവൻ വരുമ്പോ ദേഷ്യത്തോടൊന്നും സംസാരിക്കല്ലേ, സ്നേഹത്തോടു കൂടി സംസാരിക്കണം. ഒരാഴ്ചത്തേക്ക് അവൻ വരുന്നത്, അവൻ സ്നേഹത്തോടെ തിരിച്ചു പോട്ടെ സരിയു. അതെത്രയേ ഉള്ളൂടാ, നീയും കരുണി പറഞ്ഞാൽ അതിന് തിരിച്ച് അഭിപ്രായം പറയാറില്ലല്ലോ. ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. രാവിലെ തന്നെ മനോഹർ പരോളിൽ ഇറങ്ങുമ്പോ ആദ്യം വരുന്നത് സരിയുവിന്റെ അടുത്തേക്ക് കേട്ടോ. വാതിൽ തുറക്കുന്നത് സരിയുവാണ്. സരിയു വാതിലേക്ക് മനുവേട്ടൻ വരുമെന്ന് കിരൺ പറഞ്ഞിരുന്നു. അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. മനോഹർ അകത്തേക്ക് ഇരിക്കേണ്ട ശേഷം സരിയുവിനോട് പറയേണ്ടത്, സരിയു എന്നോട് ഇതുപോലെ പെരുമാറുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് മനുവേട്ടനെ അംഗീകരിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ കിരണും കല്യാണിയൊക്കെ ഒരുപാട് പറയുമ്പോ ഞാൻ അവർ പറയുന്ന വാക്ക് കേൾക്കണമല്ലോ. കാരണം നമ്മുടെ മോളെ നോക്കേണ്ടത് ഇപ്പൊ അവരാണല്ലോ. അത് മാത്രം എനിക്ക് കമ്പനി ജോലി തന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് പറഞ്ഞ വാക്കുകൾ ഞാൻ കേൾക്കണമല്ലോ. നമ്മുടെ മോൾ എവിടെയാ സരിയു? ഇവിടെയാണോ അതോ ചന്ദ്രസേനൻ സാറിന്റെ വീട്ടിലാണോ? ചന്ദ്രസേനൻ അങ്കിളുടെ രൂപാനിയുടെ വീട്ടിലാണ് മോള്. ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. താരാന്റി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മ ഇവിടെ ഉണ്ട്, പക്ഷെ അമ്പലം വരെ പോയിരിക്കുക. ഈ സമയത്തോ? അതെ, എന്തോ പ്രാർത്ഥനയോ വഴിപാടോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. അല്ല മനുവേട്ടൻ ഭക്ഷണം എന്തിനും കഴിച്ചിരുന്നോ? ഇല്ല. എന്നാൽ ആദ്യം ഞാനൊരു ചായ എടുക്കാം, ശേഷം ഭക്ഷണം എടുക്കാം. അത് സരുവിനെ ബുദ്ധിമുട്ടാവില്ലേ? സരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ വന്നതല്ല കേട്ടോ. കുഞ്ഞിവിടെ ഉണ്ടാവില്ല, ഞാൻ ആദ്യം ഇവിടേക്ക് വന്നത്. ഇന്ന് സരു ഓഫ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ കുഞ്ഞ് സരുവിന്റെ കൂടെ ഉണ്ടെങ്കിലോ വെച്ച് കാണാൻ വേണ്ടി വന്നതാണ്. ഇല്ല, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് പോകാം കുഞ്ഞിന്റെ അടുത്തേക്ക്. സരു ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ എനിക്ക് അതിനോട്
ഒരു അർഹതയില്ല, സരയുവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഒരു അർഹത എനിക്കില്ല സരയു. പക്ഷെ സരയു ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മനുവേട്ടനെ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ എടുക്കാൻ വേണ്ടി സരയു അടുക്കളയിൽ പോവാണ്. കല്യാണിക്ക് കൊടുക്കാൻ വെച്ച വിഷം ഇവൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് കലക്കി കൊടുത്താലോ, വേണ്ട ചായയിൽ കൊടുക്കണ്ട, അവൻ ചായ സമാധാനത്തോടെ കുടിക്കട്ടെ, ഭക്ഷണത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു നല്ലൊരു ചായ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് സരയും ചായ കുടിക്കേണ്ട. ശേഷം മനോഹരത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോ കുറെയൊക്കെ പാചകമൊക്കെ പഠിച്ചിട്ടുണ്ട്, തരക്കേടില്ലാന്ന് പാചകം വെക്കുകയും ചെയ്യും, മനുവേട്ടന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്, ഊണ് കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചന്ദ്രസേനങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ശരി സരയു എന്ന് മനോഹറും പറയണം. അങ്ങനെ സരയു ഭക്ഷണവും ചോറും കറികളൊക്കെ വെക്കുന്നുണ്ട്. മനോഹരനെ വിളിക്കുകയാണ്, മനുവേട്ട വാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കേണ്ട. അങ്ങനെ മനോഹറും സരയും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. പക്ഷെ സരയു ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. നീ എന്താ സരയു ഭക്ഷണം കഴിക്കാത്തത്? ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. മനുവേട്ടൻ കഴിക്കുക എന്ന് വേണ്ടി ചോറും കറികളൊക്കെ വിളമ്പാണ്. ആ ഒരു കറിയിലാണ് വിഷം കലക്കിയേക്കുന്നത് കേട്ടോ. അങ്ങനെ മനോഹർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും മനോഹറിന് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുവാണ്. സരയു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, വല്ലാത്തൊരു ശ്വാസം എടുക്കാതെ ബുദ്ധിമുട്ട് പോലെ. അതേടാ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നിനക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന അവസ്ഥ വരും, നിനക്ക് ശ്വാസം മുട്ടലുണ്ടാകും, അത് കേട്ട് നീ നിലത്തൂടെ പെടഞ്ഞു മരിക്കും. എന്തൊക്കെയാ സരയു നീ പറയണത്? അതേടാ നീ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ അതിൽ ഞാൻ വിഷം ഒഴിച്ചു. സത്യം അത് കല്യാണിക്ക് കൊടുക്കാൻ വെച്ച വിഷമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അത് കഴിക്കാനുള്ള ഭാഗ്യം നിനക്കാണുള്ളത്. അതുകൊണ്ട് നീ ഇപ്പൊ മരിക്കാൻ പോവാടാ. എടി അപ്പൊ നീ മാറിയില്ലല്ലേ? ഇല്ലടാ ഞാൻ ഒരിക്കലും മാറില്ല, കല്യാണി നിന്നെ കൊല്ലാനടാ ഞാൻ ജീവനോടെ ഇരിക്കണത്. ഇപ്പൊ നീ മരിച്ചു, അതിനുശേഷം കല്യാണിനെ ഞാൻ കൊല്ലും, നീ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും മരണത്തിന് ശേഷം ഞാൻ കിരണിനെ വിവാഹം കഴിക്കും. എടി എന്ന് പറഞ്ഞിട്ട് സരിയുടെ കഴുത്തിനെ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും സരി ഉച്ചി മാറടാന്ന് പറഞ്ഞിട്ട് മനോഹരനെ പിടിച്ച് വലിച്ച് നിലത്തേക്ക് ഇടാട്ടെ. മനോഹർ അവിടെ നിന്ന് സോഫയിൽ ഇരുന്ന് പെടയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മനോഹർ മരിക്കൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ മരിക്കുന്നതിന് മുമ്പ് മനോഹർ ആ സത്യം, ആ മഹാസത്യം നിങ്ങൾ അത് കിരണും കല്യാണിയും ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന് മറഞ്ഞിരുന്ന് കിരണിനല്ല കല്യാണിനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ശത്രു എന്ന് പറഞ്ഞത് സരയുവാണെന്നുള്ള സത്യം പറഞ്ഞിട്ടേ മനോഹർ എന്തായാലും മരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ മനോഹർ ഹോസ്പിറ്റലില്, ഇത് സ്വപ്നമൊന്നുമല്ല കേട്ടോ, മനോഹർ അങ്ങനെ ഹോസ്പിറ്റലിൽ ആവുന്നുണ്ട്. മനോഹർ അതായത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹറിന് ആ ഒരു അവസാന ആഗ്രഹം എന്ന് പറഞ്ഞത് കല്യാണിനെയും കിരണിനെയും കാണണം എന്നുള്ളത്. അപ്പൊ സരയുവിനറിയാം കല്യാണിനെയും കിരണിനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഈ സത്യങ്ങൾ പറയാനായിട്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവരെ കാണാതിരിപ്പിക്കാൻ വേണ്ടി മാക്സിമം സരയു ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കല്യാണി എടുത്ത് എന്തായാലും മനോഹർ സത്യം പറയും. അതായത് കല്യാണിനെ കൊന്നിട്ട് കിരണിന്റെ കൂടെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് സരയു ഈ മാതിരി പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്നുള്ള മഹാസത്യം മനോഹർ കല്യാണി എടുത്ത് പറയുകയും കല്യാണി ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ സരയുവാണ് യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കും. മനോഹർ മരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്സിലെ കാണാൻ സാധിക്കുള്ളൂ. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത് ആകെ 2 ദിവസത്തെ പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഫുൾ വീക്ക് പ്രൊമോ കാണിച്ചിട്ടില്ല. അപ്പൊ മനോഹറിന് എന്ത് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ബുധനാഴ്ചത്തെ എപ്പിസോഡിലെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ എന്തായാലും മനോഹർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നന്നായെന്ന് പറഞ്ഞാലും ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചതല്ലേ, അതുകൊണ്ട് മനോഹറിന്റെ മരണം ചിലപ്പോൾ ഉടനെ സംഭവിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. അതെ നമ്മുടെ സീരിയലിൽ ഇനി ഒരേ ഒരു ശത്രു ഉള്ളൂ, സരയു. അതെ സരയു അവസാനിക്കാൻ വേണ്ടി പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.